ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പെട്ടെന്നുള്ള കാഴ്ചയിൽ ആവണി അവിടെ തന്നെ തറഞ്ഞു പോയി. ജീവനൊന്ന് വിളറി. അവള് പേടിച്ചിട്ടൊന്നുമല്ല, എന്നാലും പക്ഷെ വൈദേഹി കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. ഓ, ഇതാണ് ജീവന്റെ വൈഫല്ലേ? ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. പേരെന്തായിരുന്നു? ഒരുമാതിരി പുച്ഛഭാഗത്തോടെ വൈദേഹി ചോദിച്ചു. ആവണിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവളൊന്നും മിണ്ടാതെ നിന്നു. ആവണി ഒന്നും പറയാതായപ്പോൾ ഉദാസീന മട്ടിൽ ജീവൻ പറഞ്ഞു. ആ നേരത്തെ ആവണി അവിടേക്ക് വന്ന് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോട്ടെ ജീവൻ നിരാശയോടെ തലയാട്ടി. ഇറങ്ങാൻ നേരത്തെ മിനിമം ഒരു കെട്ടിപ്പിടുത്തെങ്കിലും അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടക്കാണ് ആവണി കയറി വന്ന്. നാശം പിടിച്ചവളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ, കറക്റ്റ് സമയത്ത് എവിടെന്നെങ്കിലും പൊട്ടി പുറപ്പെട്ട് വന്നോളൂ. നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് ഓടി വന്നത്? വൈദേഹി പോയതിനു ശേഷം വെറുപ്പ് ജീവന്റെ ഉള്ളിൽ നിന്നും വാക്കുകളായി പുറത്തു വരിക തന്നെ ചെയ്തു. ജീവന് കഴിക്കാനുള്ള ഭക്ഷണം അമ്മായി എടുത്ത് തന്നപ്പോൾ അതുകൊണ്ട് വന്നതാ. അവരെന്താ ഇവിടെ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അധികാരഭാഗത്തിൽ ആവണി ചോദിക്കുന്ന കേട്ടപ്പോൾ ജീവൻ പരിഹാസത്തോടെ ചിരിച്ചു. അതിനാ നീ അറിയുന്നത്? അല്ല, നീ ആരടി ഇതൊക്കെ തിരക്കാൻ? കണ്ടാൽ അപരാധികളെ കൊണ്ടുവരുന്നവളൊക്കെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. എന്ത് ചോദിച്ചാലും ഈ കാര്യം പറഞ്ഞ് വായടപ്പിക്കുന്നത് ജീവന്റെ പതിവാണ്. ഇനി അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പറയുമ്പോഴും ഇത് എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ശരിയാ, സമ്മതിച്ചു. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ അതും പറഞ്ഞ് കുത്തുന്നു? കുത്തുടി, കുത്തും. 10 പൈസ ഗതിയില്ലാത്തവളെ. ജീവന്റെ വാക്കുകൾ കേട്ട് ആവണി കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് മുമ്പ് റിലേഷൻഷിപ്പിലെങ്കിലും പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കിയാൽ പോരെ? ഈ പറയുന്ന നിങ്ങൾക്കുണ്ടായിരുന്ന കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ആവണി മേഘയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് ജീവന് മനസ്സിലായി. ഒരു നിമിഷം വാടഞ്ഞു പോയെങ്കിലും ആവണിയുടെ ആ പറച്ചിൽ തന്റെ ആണഹന്തയ്ക്ക് ഏറ്റ അടിപോലെ ജീവന് തോന്നി. ആണുങ്ങളുടെ നേരെ നോക്കി വർത്താനം പറയുന്നൂടി. ഇന്ന് നിന്റെ നാക്കിന് നീളെ കുറക്കുഴി. ആവണിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആളുടെ മുടിയിൽ ജീവൻ പിടുത്തിട്ട് കഴിഞ്ഞിരുന്നു. എന്തീ കാണിക്കുന്നത്? എനിക്ക് തലവേദനിക്കണോ? ആവണി ഉറക്കെ കരഞ്ഞെങ്കിലും ജീവൻ പിടിവിട്ടില്ല. നിമിഷങ്ങളോളം ആളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് സോഫയിലേക്ക് ഒറ്റ ഏറി വെച്ചു കൊടുത്തു. അവള് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. വീണിടക്കുന്ന അവൾ നോക്കി ഉച്ചത്തിൽ അലറിക്കൊണ്ട് ജീവൻ അവിടെ നിന്നും പോയി. ആവണിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി ഈ ഭ്രാന്തിനെ താങ്ങാൻ വയ്യ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഹോപദ്രവം. വായിൽ നിന്ന് വരുന്ന വാക്കുകളാണെങ്കിൽ അതിന്റെ അപ്പുറവും. ആൾ വേഗം തന്നെ ഫോണും എടുത്ത് അടുക്കള വഴി പുറത്ത് ഗ്രില്ലിന്റെ അവിടേക്ക് ഇറങ്ങി. ആദ്യം അച്ഛനെ വിളിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അവൾ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞു വെച്ചേ പറ്റൂ. പ്രേമിച്ച് ഒളിച്ചോടി വന്നൊന്നല്ലല്ലോ, അച്ഛനായിട്ട് കൈപ്പിടിച്ച് ഏൽപ്പിച്ച തന്നെയല്ലേ. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അമ്മേ, എന്താ മോളെ, എന്തു പറ്റിയതാ? മോള് കരഞ്ഞോ? ആവണിയുടെ അടഞ്ഞ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഹേമക്ക് കാര്യം മനസ്സിലായി. ഹേമയുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആവണി പൊട്ടിക്കരഞ്ഞു പോയി. അയാൾ ദുഷ്ടനാ അമ്മേ. വിനീതന്റെ കാര്യം എപ്പോഴും പറഞ്ഞു കുത്തും. വിചാരിച്ച സ്ത്രീധനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഉപദ്രവിക്കും. എനിക്ക് തീരെ പറ്റുന്നില്ല അമ്മയുടെ. കരച്ചിൽ ചീളുകൾക്കിടയിലൂടെ അവൾ എങ്ങനെയൊക്കെയോ ഹേമയോട് പറഞ്ഞൊപ്പിച്ചു. മറുവശം ഒന്നും പറയാനാവാതെ ഹേമയെ വിങ്ങിക്കരയുകയായിരുന്നു. ആവണിയുടെ അവസ്ഥ ജീവന്റെ വീട്ടിൽ കുറച്ച് ദുസ്സഹമാണെന്ന് അറിയാമെങ്കിലും ഇത്രക്ക് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് അവർ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി താഴത്തും തലയിലും വെക്കാതെ കൊഞ്ചിച്ച് വളർത്തിയ ഒരേ ഒരു മകളാണ്. എൻ്റെ മോള് കരയല്ലേ, ഞാൻ അച്ഛനോട് വിവരങ്ങളൊക്കെ പറയട്ടെ. അച്ഛനെ കൊണ്ട് ജീവനോട് സംസാരിപ്പിക്കാം, വിഷമിക്കാതിരിക്കുക. ഇന്ന് എന്നെ സംസാരിപ്പിക്കുക അമ്മ? തേങ്ങളോട് അവൾ ചോദിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന സങ്കടത്തിനിടയിൽ ഹേമയെന്ന് മൂളി. അമ്മ അച്ഛനോട് പറഞ്ഞെല്ലാം ശരിയാക്കും എന്ന പ്രതീക്ഷയിൽ ആവണിയിരുന്നു. ഊണ് കഴിച്ചൊരു ഉറക്കത്തിനുള്ള വട്ടം കൂടലായിരുന്നു വസന്തൻ. അത്രയും നേരം വിയപ്പുമുട്ടിലായിരുന്നു ഹേമ. വസന്തനോട് എന്തെങ്കിലും പറയണമെങ്കിൽ നോക്കിയും കണ്ടും വേണം പറയാൻ. അയാൾ ഏത് നേരത്താണ് ദേഷ്യം വന്ന് വീടാകെ ഇളക്കി മറിക്കുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ബിസിനസ്സിൽ ഓരോ നഷ്ടങ്ങൾ വന്ന കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്. എന്താടി, കുറെ നേരമായല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുറക്ക്. ഹേമയുടെ പരിങ്ങൾ കണ്ടപ്പോൾ വസന്തൻ കാര്യം തിരക്കി. അത് പിന്നെ വസന്തേട്ടാ, ആവണി വിളിച്ചിരുന്നു. ആവണിക്കെന്താ? വലിയ ഒച്ചപ്പാടുള്ള വസന്തൻ കാര്യം തിരക്കി കേട്ടപ്പോൾ ഹേമ കുറച്ചൊരു സമാധാനം തോന്നി. എൻ്റെ വസന്തേട്ടാ, അവൾ വിളിച്ചിട്ട് ഒരേ കരച്ചില്ല. അവനെ കൊണ്ട് നമ്മുടെ മോൾക്കൊരു സ്വസ്ഥതയില്ലത്രേ. വിനീതിന്റെ കാര്യം പറഞ്ഞിട്ടും കിട്ടിയ സ്ത്രീധനം പോരാന്ന് പറഞ്ഞിട്ടൊക്കെ അവൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവള് പറയാ അച്ഛനെ കൊണ്ട് ജീവനോട് സംസാരിപ്പിക്കാൻ. ആ നാരിയോട് ഞാനെന്ത് സംസാരിക്കാനാ? അവനായിട്ടൊന്നും അടുക്കാൻ കൂടില്ല. അജാതി സാനാ. രാവിലെ കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഇനിയും കാശ് വേണത്രേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. 10 പൈസ ഞാൻ ഇനി അവന് കൊടുക്കില്ല. കല്യാണം കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണെന്ന് നിന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. വസന്തേട്ടാ, ഹേമ കരച്ചിലിന്റെ വക്കിലെത്തി. ഇനി മേലാൽ ഹേമ ഈ കാര്യം പറഞ്ഞിട്ട് അടുത്തേക്ക് വരണ്ട കേട്ടല്ലോ. ഇത്രയ്ക്കായില്ലേടി, ഇനിയൊക്കെ അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കട്ടെ. അവളോട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ.
കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയായിക്കോളും. അടുത്തു മുറിച്ച് പറഞ്ഞ പോലെ വസന്തൻ ഉറങ്ങാനായി കിടന്നു. അയാൾ ആവണിക്ക് വേണ്ടി ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ഹേമയ്ക്ക് അപ്പോൾ മനസ്സിലായി. വസന്തേട്ട, എന്നാലും നമ്മുടെ മോള്, നമ്മളല്ലേ അവളെ അവനെ ഏൽപ്പിച്ചു കൊടുത്ത്. വിനീതിന്റെ കാര്യം കൂടാതെ സ്ത്രീധനം പോരാന്നൊക്കെ അവൻ പറയുന്നുണ്ട് അത്രേ. കാര്യം അവനൊരു ചെറ്റയാണെങ്കിലും അവളുടെ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ വെക്കുന്നുണ്ടെന്ന് കണ്ട അവൾ ഉപദ്രവിക്കുന്നത് കുറയായിരിക്കും. ഹേമ പിന്നെ അതിനെ പറയുന്ന കേട്ടപ്പോൾ വസന്തൻ ചാടി എഴുന്നേറ്റു. നിന്റെ മോളോട് ആരടി പറഞ്ഞ് മറ്റവന്റെ കാര്യവിനോട് എഴുന്നള്ളിക്കാൻ? മിണ്ടായിരിക്കുന്നവൻ അവള് വലിയ ശീലാവധി അമ്മയം പോയിട്ടല്ലേ? പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം അതെല്ലാവന്മാർക്കും ഉള്ളതാടി. എനിക്ക് തന്നെ നിന്റെ അപ്പം തന്ന പോരാന്ന് എത്ര തവണ തോന്നിയിരിക്കുന്നു, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നീ അത് നിന്റെ വീട്ടുകാരോട് പരാതി പറഞ്ഞ് എനിക്ക് വല്ലതും വാങ്ങിച്ചെന്നോ? ഇല്ലല്ലോ. അതുപോലെ ഇതും നിന്നോളും. ഒരു കുഞ്ഞൊക്കെ ആകുമ്പോ അവൻ ഇതൊക്കെ അങ്ങ് മറന്നോളും. നിന്റെ മോളോട് ഇനിയെങ്കിലും നോക്കിയും കണ്ടു നിന്നോളാൻ പറ. അവള് മോളുടെ വക്കാലത്തും കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ മനുഷ്യന്റെ തലയിൽ 100,000 കാര്യങ്ങൾ കിടന്ന് തിരിയുക, അതിനിടയിൽ ഓരോരോ. വസന്തന് അതും പറഞ്ഞ് നേരെ ബെഡിലേക്ക് ചാടി കയറി കിടന്നുറങ്ങാനായി കണ്ണുകൾ അടച്ച് കിടന്നു. അയാളോട് ഇതൊക്കെ പറയാൻ പോയാൽ തന്നെ മടൽ വെട്ടി അടിക്കണമെന്ന് ഹേമയ്ക്ക് അപ്പോൾ തോന്നി. അയാളെ ഒന്ന് അവജ്ഞതയോടെ നോക്കിക്കൊണ്ട് ഹേമ മുറിക്ക് പുറത്തിറങ്ങി. ആവണിയോട് ഇനി എന്ത് പറയുന്ന ആദ്യമായിരുന്നു ഹേമയ്ക്ക് അന്നേരം. വിരുന്നുകാരൊക്കെ പോയതിനു ശേഷം സിദ്ധാർത്ഥ് മേഘയുമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹസ്നയുടെ വീടായിരുന്നു ലക്ഷ്യം. അമ്മുവിനും അപ്പുവിനും എക്സാം ഉള്ളതിനാൽ ആരും വിളിച്ചിട്ട് അവർ കൂടെ വന്നില്ല. അവിടെ ചെന്നപ്പോൾ ഹസ്നയും കുട്ടികളും വന്ന് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മിണ്ടാതെയും പറയാതെയും വന്ന കാരണം ഹസ്ന മേഘയോട് പരിഭവിച്ചു. നല്ല പണിയാട്ടോ നീ കാണിച്ച്. ഒന്ന് വിരുന്നൊരുക്കാനുള്ള സമയം പോലും നീ തന്നില്ലല്ലോ. ആ അതാ പറയാതിരുന്ന്, വിരുന്നിലൊക്കെ പിന്നെ വരാം. ഇപ്പൊ ഇത്താനെയും കുട്ടികളും ജസ്റ്റ് ഒന്ന് കാണാമെന്നാ. ഒന്ന് പോടി. ആ ചെറുക്കൻ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഹാളിൽ ഹസ്നയുടെ മകനോടെന്തോ സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥിനെ കിച്ചണിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് ഹസ്ന പതുക്കെ മേഘയോട് പറഞ്ഞു, ഉള്ളൊക്കെ മതിയെന്നേ, ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വരാം. ഹസ്ന കുറച്ച് സ്നാക്സുകളും ജ്യൂസൊക്കെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് നടന്നു. പുറകെ മേഘയും. അവിടെ അവർ കുറച്ച് സമയം ചെലവഴിച്ച് വീണ്ടും ടൗണിലേക്ക് തന്നെ തിരിച്ചുപോയി. ഒരു സിനിമ കാണാനായിരുന്നു പോയത്. 7-ാമത്തെ മാളിൽ തിയേറ്റർ ഉണ്ടായിരുന്നെങ്കിലും തന്റെ തന്നെ സ്വന്തം മാളായതിനാൽ അവിടേക്ക് കയറിയില്ല. അതിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയുള്ള ഒലിയ മാളിലേക്കാണ് പോയത്. തിയേറ്ററിൽ കയറുമ്പോൾ മേഘ കൗതുകത്തോടെ എല്ലായിടവും നോക്കി. ഞാൻ ഒത്തിരി നാളായി സിനിമക്കൊക്കെ വന്നിട്ട്. തിരക്കിനിടയിൽ കൂടെ സിദ്ധാർത്ഥിന്റെ ഒപ്പം ചേർന്ന് നടക്കുമ്പോൾ മേഘ പതുക്കെ പറഞ്ഞു, ആണോ? അതെന്താ? ഒന്നുമില്ല, കുഞ്ഞിലേക്ക് അച്ഛൻ കൊണ്ടുപോയായിരുന്നു. പിന്നെ വലുതായപ്പോൾ ഞങ്ങൾ പറയാറുമില്ല, അച്ഛൻ കൊണ്ടുപോകാറില്ല. അതെന്താ, ആഗ്രഹമില്ലാണ്ടാണോ? ഏയ് അല്ല, അപ്പച്ചിക്ക് വന്നപ്പോൾ അച്ഛന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നും ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛനും ബുദ്ധിമുട്ടാവുണ്ടെന്ന് കരുതി ഞങ്ങൾ പറയാറൊന്നുമില്ല. മേഘക്ക് എവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ? ഞാൻ കൊണ്ടുപോവാം. ശോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേരും ഉള്ളിലേക്ക് കയറി. ഒരു തമിഴ് സിനിമയായിരുന്നു. അല്ലെങ്കിലും കേരളം വിട്ടതിന് ശേഷം സിദ്ധാർത്ഥിന് അന്യഭാഷാ ചിത്രങ്ങളോടാണ് താല്പര്യം. മേഘയ്ക്ക് പിന്നെ സിനിമ ആണെന്നതിൽ പ്രത്യേകം ചോയ്സ് ഒന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥിന് ഇഷ്ടപ്പെട്ടതിനെ മതിയെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ളിൽ കയറിയപ്പോൾ കുറച്ചു നേരമൊക്കെ കണ്ടിരുന്നെങ്കിലും മേഘയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി. AC-യുടെ തണുപ്പും ഇരുട്ടുമൊക്കെയായി അവളുടെ കണ്ണുകൾ പതി അടഞ്ഞു. ഇടയ്ക്ക് സിദ്ധാർത്ഥ നോക്കിയപ്പോൾ കണ്ടത് മേഘ ഉറങ്ങുന്നതാണ്. പാവം, നല്ല ക്ഷീണം ഉണ്ടാവും. ഇന്റർവെൽ ആകുമ്പോൾ തിരികെ പോവാം എന്നവൻ കരുതി. തണുപ്പുകൊണ്ട് അവൾ ചെറുതായി കിടങ്ങുന്ന അവൻ അറിയുന്നുണ്ടായിരുന്നു. സീറ്റിന്റെ കൈവരിയിൽ ഇരുന്നിരുന്ന അവളുടെ കൈകൾ സിദ്ധാർത്ഥ പതുക്കെ എടുത്തു. ചെറുതായി അതിൽ പിടിച്ചമർത്തി കൊടുത്തപ്പോൾ അവൾക്ക് ചൂട് കിട്ടി. കയ്യിൽ സ്പർശനം അറിഞ്ഞപ്പോഴാണ് മേഘ ഞെട്ടി എഴുന്നേറ്റത്. അപ്പോഴേക്ക് ഇന്റർവെല്ലുമായി. സിദ്ധാർത്ഥ് മേഘയെ ഉണർത്താൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുറന്ന് നോക്കുന്നുണ്ടത്. എഴുന്നേറ്റോ? ശോ, ഞാൻ ഉറങ്ങിപ്പോയി സീതേട്ടാ. അതിന് ബന്ധടാ, നമുക്ക് പോവാം. അതിന് സിനിമ കഴിഞ്ഞില്ലല്ലോ. അത് കുഴപ്പമില്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സിദ്ധാർത്ഥി ചിരിയോടെ പറഞ്ഞപ്പോൾ പിന്നെ മേഘ ഒന്നും പറഞ്ഞില്ല. അവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അച്ഛനമ്മയും പിള്ളേരും കാത്തിരിക്കുന്ന കാരണം അവർ പുറത്തുനിന്നും കഴിച്ചില്ല. നേരെ വീട്ടിലേക്കാണ് പിന്നെ പോയത്. ഇടയ്ക്ക് അവർ രേണുകയും പരമേശ്വരനെയും ഫോൺ ചെയ്തു. അവർ മേഘയോടും സംസാരിച്ചു. മേഘയുടെ വീട്ടിലെത്തിയപ്പോൾ ആ ഊണൊക്കെ വിളമ്പി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും ആഹാരം കഴിച്ച ഉടനെ തന്നെ സിദ്ധാർത്ഥ് കിടക്കാനായി പോയി. അടുക്കളയിൽ ചുറ്റിത്തിരിഞ്ഞ മേഘ അമ്മ ഓടിച്ചു വിട്ടു. മേഘയ്ക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ ഇന്ന് കുടിക്കാനുള്ള വെള്ളവും എടുത്ത് മേഘ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് ഫോണിൽ നോക്കി കിടക്കുകയായിരുന്നു. ആവശ്യമില്ലെങ്കിലും വെറുതെ അവളിൽ നിന്ന് വെള്ളമായി കുടിക്കുമ്പോൾ അവനിലൊരു ചിരിയുണ്ടായിരുന്നു. എന്താ ചിരിക്കുന്നേ? അവന്റെ ചിരി കാണുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും അത് കടിച്ചു പിടിച്ച് മേഘ ചോദിച്ചു. ഒന്നുമില്ലടാ, വെറുതെ. എന്തിനെങ്കിലും കിടന്ന് വിറക്കുന്നു, ഇങ്ങോട്ട് വാ. അനി ഞാൻ വിറച്ചില്ലല്ലോ. ഇല്ലേ? ആളുടെ തോളിൽ പതിയെ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ ചോദിച്ചു. ഇല്ല. നാളത്തോടെ മേഘ തലതാഴ്ത്തി. മേഘ, ഇന്നലെ പിന്നെ അങ്ങനെ കഴിഞ്ഞുപോയി. ആ യക്ഷിയുടെ വന്നിരുന്ന മനുഷ്യന്റെ മൂട് മൊത്തം പോയി. വൈദ്യയെ സിദ്ധാർത്ഥ യക്ഷി എന്ന് വിളിച്ച് കേട്ടപ്പോൾ മേഘ ചിരിച്ചുപോയി. കുറച്ചു നേരം കൂടെ സംസാരിച്ചിരുന്ന് രണ്ടാളും കിടക്കാനായി പോയി. ബെഡിന്റെ ഓരത്തേക്ക് മേഘ കിടന്നപ്പോൾ അവൾക്കരികിലേക്ക് സിദ്ധാർത്ഥും കിടന്നു. മേഘ തന്റെ കൈകളിൽ അവളെ ചേർത്ത് കിടത്തുമ്പോൾ സിദ്ധാർത്ഥ് പതിയെ വിളിച്ചു. സിദ്ധുവേട്ടാ. പതിയെ വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി.
അവളുടെ 2 കണ്ണുകളിൽ അമർത്തി ചുംബിച്ചതിന് ശേഷം സിദ്ധാർത്ഥ അവളെ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. മേഘയുടെ കവിളുകളിലും ചുണ്ടുകളിലുമൊക്കെ അവൻ മതിവരോളം ചുംബിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൈകളും അന്നേരം അവന് മുറുകെ പുണർന്നിരുന്നു. ഇരുമയും ഒന്നായി സ്നേഹത്തിന്റെ പുതുതീരങ്ങൾ തേടി രണ്ടുപേരും പുലരുവോളം ഒരുമിച്ച് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. രാവ് പുലരുന്ന വേളയിൽ സ്വപ്നം കണ്ടിടയ്ക്കാണ് വൈദേഹി. ഒരു സ്ത്രീയും പുരുഷനും 2 ശരീരങ്ങളും അത്യധികം സ്നേഹത്തോടെ ഒന്നായി മാറുന്നു. പരസ്പരം കൊതിയോടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വൈദേഹി കണ്ണു ചിമ്മി തുറക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും നല്ല ഉറക്കത്തിലായതിനാൽ അവൾക്കതിന് സാധിച്ചില്ല. പിന്നെയും ആ കാഴ്ച തന്നെ അവളുടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും അവിടെ രണ്ടുപേരുടെയും മുഖം അവൾക്ക് മുമ്പിൽ വ്യക്തമാവാൻ തുടങ്ങി. ആ പുരുഷന് സിദ്ധാർത്ഥിന്റെ മുഖവും സ്ത്രീക്ക് മേഘയുടെ മുഖവുമായിരുന്നു. ഇല്ല, എന്റെ സിദ്ധു. ഉറക്കാറിക്കൊണ്ട് വൈദേഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ കാഴ്ച ഇപ്പോഴും തന്റെ കൺമുമ്പിലുള്ള പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ വൈദേഹി ചാടി എഴുന്നേറ്റു. അവരിപ്പോ ഒന്നായിട്ടുണ്ടാവൂ. എന്റെ സിദ്ധു ഞാനില്ലാത്ത വേറൊരു സ്ത്രീയെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നേരത്തെ അറിയായിരുന്നെങ്കിലും കാര്യത്തോടടുത്തപ്പോ എന്തോ പോലെ. ആൾ വെറുപ്പോടെ മുഖം കുടഞ്ഞു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. ആൾക്ക് എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥിനെ കാണണമെന്ന് തോന്നി. അവളേക്കാൾ എന്തുകൊണ്ടും മേച്ച താനാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് തോന്നി. പിന്നെ താമസിച്ചില്ല. വേഗം എഴുന്നേറ്റ് കുളിച്ച് പതിപോലെ തന്നെ പട്ടുസാരി എടുത്ത് ഒരുങ്ങി അവൾ ഇറങ്ങി. കാറുമിടുന്ന നേരെ മേഘയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ ചെന്ന് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. എന്നാലും സിദ്ധാർത്ഥിനെ എങ്ങനെയും കാണണം. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. സുധാകരൻ നേരത്തെ പോകാനുള്ളത് കൊണ്ട് ഗീതയും സുധാകരനൊക്കെ നേരത്തെ തന്നെ ഉണർന്നിട്ടുണ്ട്. അമ്മും അപ്പവും പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്. മുറ്റത്ത് പല്ല് തേച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സുധാകരനാണ് വൈദേഹിയുടെ കാർ ആദ്യം കണ്ടത്. പുലർച്ചെ തന്നെ അവൾ വരുന്ന കണ്ടപ്പോൾ സുധാകരൻ എന്തോ പന്തികേട് തോന്നി. അയാൾ വേഗം ചെന്ന് ഗീതയെ വിളിച്ചുകൊണ്ട് വന്നു. വൈദേഹി കാറിൽ നിന്നിറങ്ങി പുറത്തിറങ്ങി വരുമ്പോഴേക്കും ഗീതയും സുധാകരനും പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർ നിൽക്കുന്ന കണ്ടപ്പോഴാണ് പുലർച്ചെ തന്നെ ഒരു വീട്ടിലേക്ക് വരുന്ന ഔചിത്യക്കുറവിനെ പറ്റി അവൾ ചിന്തിച്ച്. ഞാൻ അമ്പലത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പൊ തോന്നി ഇവിടെ നിന്ന് കയറിയിട്ട് പോവാന്ന്. മോള് വായോ. ഗീത അവൾ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. സുധാകരൻ നോക്കി നേരിയ ഒരു പുഞ്ചിരിയോടെ അവൾ അകത്തേക്ക് കയറി. കുട്ടികൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു. ഹാളിൽ വന്നിരുന്ന വൈദേഹി അടഞ്ഞിടക്കുന്ന മേഘയുടെ മുറിയുടെ നേരെ പകയോടെ നോക്കി. സിദ്ധു എഴുന്നേറ്റില്ലേ? ഇല്ല മോളെ, മോളിരിക്കും, ഞാൻ ചായ എടുക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ട. മേഘ എഴുന്നേറ്റില്ലേ? ഇല്ല മോളെ, നേരം വെളുത്തു വരുന്നല്ലേ ഉള്ളൂ. ഇവിടെ അച്ഛന് പോകാനുള്ള കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റ്. പിള്ളേര് പിന്നെ പഠിക്കാനും. ഗീത അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തന്നെ കളിയാക്കുന്ന പോലെയാണ് വൈദേഹിക്ക് തോന്നിയത്. നിങ്ങളുടെ മോളെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ സ്വഭാവം കൊണ്ടാണോ അവൾ തറവാട്ടിൽ നിന്ന് ജീവിക്കാൻ പോകുന്നത്? എത്ര മയത്തിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടും വൈദേഹിയുടെ ഉള്ളിലെ ദേഷ്യം കുറച്ചായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. വൈദേഹി എന്നാണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ഗീത അന്തിച്ചു നിന്നു. അവൾക്ക് നേരത്തെ എണീക്കുന്ന പതിവുള്ളതാ. ഇതിപ്പോ കുറച്ച് ദിവസമായില്ലേ, ക്ഷീണമൊക്കെ കാണും. നിങ്ങൾ എന്ത് ന്യായിക്കാണ് ഈ പറയുന്നത്? ഈ പോത്ത് പോലെ ഇറങ്ങുന്ന സ്വഭാവം വെച്ച് അവിടേക്ക് വരാനാണോ നിങ്ങളുടെ മോളുടെ ഉദ്ദേശം? മോളെ അവർക്ക് നേരത്തെ എണീക്കുന്ന പതിവുള്ളതാ. ഇതിപ്പോ 4 പോലും ആയിട്ടില്ലല്ലോ. പിന്നെ അവരുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. സ്വരം താഴ്ത്തി ഗീത അങ്ങനെ പറഞ്ഞപ്പോൾ വൈദേഹിയുടെ ദേഷ്യം തിളച്ചു പൊന്തി. അവൾക്ക് ആ റൂം ആഞ്ഞു കൊട്ടാനും അതിനുള്ളിൽ നിന്ന് സിദ്ധാർത്ഥിനെയും മേഘയും പിടിച്ചു വലിച്ച് പുറത്തിടാനൊക്കെ ഒരു നിമിഷം തോന്നി. പക്ഷെ എന്തെങ്കിലും നിലവിട്ട് പെരുമാറിയാൽ സിദ്ധാർത്ഥ് പിന്നെയും തന്നിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് അവൾ തന്നെ ദേഷ്യം കടിച്ചമർത്തി. ഗീതയൊന്ന് കടുപ്പിച്ച് നോക്കി വൈദേഹി ഇരുന്നിടത്ത് എഴുന്നേറ്റ് കാറ്റുപോലെ പുറത്തേക്ക് പോയി. മോള് പോവാണോ? അവരെ കണ്ടില്ലേ? പത്രം വരുന്ന നോക്കി പുറത്തു നിന്നിരുന്ന സുധാകരൻ വൈദേഹിയുടെ പെട്ടെന്നുള്ള പോക്ക് കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു ചോദിച്ചെങ്കിലും അവൾ അയാൾ പറയുന്നത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. കാറും എടുത്ത് മുന്നും പിന്നും നോക്കാൻ സ്പീഡിൽ ഓടിച്ചു പോകുന്നവൾ നോക്കി സുധാകരൻ അന്തിച്ച് നിന്നു. എന്താ ഗീത പെൺകുട്ടി വേഗം പോയത്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അറിയില്ല സുധാകരേട്ടാ, എന്തോ ബാധകേറിയ പോലെ ഏതാണ്ടൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോയി. എന്തു പറഞ്ഞെന്ന് സുധാകരൻ സംശയത്തോടെ ചോദിച്ചു. എന്തോ പറഞ്ഞു. നിങ്ങൾക്ക് പോകാനായില്ലേ? വാ, ചായ തരാം. വൈദേഹി പറഞ്ഞൊന്നും സുധാകരനോട് പറയാതെ ഗീത അയാളെയും കൊണ്ട് അകത്തേക്ക് കയറി. ഗീതയുടെ മനസ്സ് അന്നേരം ആ കലുഷിതമായിരുന്നു. ആ കുട്ടി എന്താണ് എന്നാലും അങ്ങനെ പെരുമാറിയത്? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? മേഘ എഴുന്നേൽക്കുമ്പോൾ അവളോട് ഈ വിവരം പറയാമെന്ന് അവർ കരുതി. മേഘയുടെ വീട്ടിൽ നിന്നും ഭ്രാന്തെടുത്തിറങ്ങിയ വൈദേഹി കുറെ അവിടെ ഇവിടെയൊക്കെ കാറിൽ ചുറ്റി നടന്നിട്ടാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. വന്നു കയറിയ പാടെ ക്ഷീണം കൊണ്ട് അവളൊന്ന് മയങ്ങുകയും ചെയ്തു. ഫോൺ തുടരെ ബെല്ലടിക്കുന്ന കേട്ടിട്ടാണ് പിന്നെ അവൾ കണ്ണി ചിമ്മി എഴുന്നേറ്റത്. വിളിക്കുന്ന ആളെ സ്ക്രീനിൽ കണ്ടപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് അവൾ കരുതി. ഹലോ ജീവ. മധുരമൂറുന്ന സ്വരത്തിൽ വൈദേഹി വിളിച്ചപ്പോൾ മറുപുറം ജീവനാകെ കുളിർന്നു പോയി. വൈദേഹി, ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എപ്പോഴാണ് വരുമെന്ന് പറഞ്ഞാൽ ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ദേ വരുവാ ജീവ. ഒരു 10 മിനിറ്റുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനിയും വെച്ച് താമസിപ്പിച്ചുകൂടാ. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് നീക്കണം. അതിനാദ്യം വേണ്ട അവനെ വലയിൽ വീഴ്ത്തുകയാണ്. സാരി വൃത്തിയിൽ ഞൊറിഞ്ഞെടുത്ത് മുടി അഴിച്ചിട്ട് മുഖത്തൊന്ന് മേക്കപ്പ് ചെയ്ത് നന്നായി പെർഫ്യൂം അടിച്ച് ചെക്ക് ബുക്കും ബാങ്കിലെ പാസ്ബുക്കും ഒക്കെ എടുത്ത് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയായി വൈദേഹി ജീവനെ കാണാനായി ഇറങ്ങി. കാറിലേക്ക് കയറുന്ന വഴിയാണ് വൈദേഹി കോള് വരുന്നത്. മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ബാമയാണ്. വൈദേഹിയുടെ സുഹൃത്താണ് ബാമ. ആളൊരു ഡോക്ടർ കൂടിയാണ്. എന്തായി ബാമേ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ എപ്പോഴാണ് വരിക? ഞാൻ വരുമ്പോൾ നിന്നെ വിളിക്കാം. എവിടെ വെച്ച് കാണാൻ പറ്റും? ഹോസ്പിറ്റലിലേക്ക് വരട്ടെ? വേണ്ട വൈദേഹി, പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നമായാൽ ഞാനും കൂടെ പെടും. നമുക്ക് പുറത്തെവിടെയും വെച്ച് കാണാം.
ബാമ പറയുന്നതായിട്ട് വൈദ്യയെ പല്ലിയടിച്ചു. നീ എന്താ ബാമേ എന്ത് പറയുമ്പോൾ പ്രശ്നമാവുന്ന കാര്യം പറയുന്നത്? എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ. എടി എന്നാലും ഒരു പേടി, നിന്റെ ഒരു പേടി. ശരി എന്നാ വെച്ചോ, ഞാൻ വിളിക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.